ഹായ് ഓൾ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു കണ്ടന്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതി. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നോ ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് റോബ്ലോക്സിൽ കൂടെ ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഗെയിം പെട്ടെന്ന് കണ്ട്. ആ ഗെയിം സ്ട്രൈക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി കളിക്കുന്ന സ്റ്റീലെ ബ്രെയിൻ റോഡിനേക്കാൾ കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഗെയിം, സ്റ്റീലെ ബ്രെയിൻ റോഡിനേക്കാൾ കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ഒരു ഗെയിമോ. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് കളഞ്ഞേക്കാന്ന് ഞാനും വിചാരിച്ചു. അതിൽ കയറി കഴിയുമ്പോഴാണ് മനസ്സിലായത്, ഓ, എന്തായാലും ഭാഗ്യമുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാനായിട്ട് കയറിയോണ്ട് ഒരു എറ്റേണൽ ലെഗ് സ്നോയിൽ സ്പോണായെന്ന് കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത് അടിച്ചു മാറ്റാനും സമ്മതിക്കത്തില്ല. അത് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ നേരത്തെ ഒരു എഗ് സ്പോൺ ആവുകയും ചെയ്തു. അത് കളക്ട് ചെയ്യാനും പറ്റി. അപ്പോൾ ഗെയിമിനെ പറ്റി പറഞ്ഞവരാണെങ്കിൽ എസ്കേപ്പ് സുനാമിയുടെ വേറൊരു വേർഷൻ. ഓരോ ഏരിയ ആയിട്ട് ഫോറസ്റ്റ്, ലേക്ക്, ഡെസേർട്ട്, പിന്നെ ജംഗിള്, സ്നോ, അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് ഇത് തിരിച്ചേക്കാണ്. വോൾക്കാനോ, ദെൻ വരുന്നത് അബിസ് ഓഷ്യൻ, പിന്നെ ഡിനോസേഴ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, പ്രീ ഹിസ്റ്റോറിക് അതായത് ഹിസ്റ്ററിക്ക് മുമ്പുള്ള സാധനം, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് കോസ്മിക്. അപ്പം അതുപോലെ ഓരോ ഏരിയ ആയിട്ട് തിരിച്ചേക്കുന്നത്. അപ്പം ഈ ഗെയിമിൻ്റെ ബേസിക് കാര്യം എന്ന് വെച്ചാൽ എഗ്ഗ് കളക്ട് ചെയ്യുക, അത് ഹാച്ച് ചെയ്യുക, അത് തന്നെയാണ് മെയിൻ. ഇത് ഇപ്പോൾ ഓരോ ഏരിയ നമുക്ക് കിട്ടുന്ന ആനിമൽസ് ഓരോ എഗ്ഗിനും ഓരോ ടൈപ്പ് ആയിരിക്കും. അപ്പം നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ഏറ്റവും ലാർജ് ആയിട്ടുള്ള എഗ്ഗ് തന്നെ കളക്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പൊ ഗെയിമിനെ പറ്റി പറയാനാണെങ്കിൽ എസ്കേപ്പ് സുനാമിയുടെ വേറൊരു വേർഷൻ, അതാണ് ബേസിക്കലി സ്റ്റീൽ ആൻഡ് എഗ്ഗ്. പേര് പോലെ തന്നെ ഓരോ ഏരിയസ് ഉണ്ട്. ഓരോ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഓരോ ആനിമൽസ് ഉണ്ട്. അപ്പോൾ ആനിമൽസ് ആയിരിക്കും എഗ്ഗ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആനിമൽസിൻ്റെ അടുത്തായിരിക്കും എഗ്ഗ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പോവുക, എഗ്ഗ് കളക്ട് ചെയ്യുക, ആനിമൽസിൻ്റെ അടി കൊള്ളാതെ എഗ്ഗ് കൊണ്ട് നമ്മുടെ ബേസിൽ കൊണ്ടുപോവുക. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന് നമുക്ക് മാക്സിമം അതേ പോകുന്നൊരു ഡൈനോസർ, ആ ഡൈനോസറിൻ്റെ മുട്ട ആരോ കട്ടുകൊണ്ട് പോയി, അതിനെ തിരിച്ചു പിടിക്കാൻ പോവാം. അത് തിരിച്ച് എന്നിട്ട് മുട്ട കിട്ടി കഴിയുമ്പോൾ തിരിച്ച് അതിന് സ്ഥലത്ത് പോകും. ഇതുണ്ടോ, നൈറ്റ് ഇൻ 10 സെക്കൻഡ്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഏതൊക്കെ മുട്ട ആരൊക്കെ എവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവിടെ എല്ലാം പുതിയ മുട്ട റീഫിൽ ആവും. അതായത് എഗ്ഗ് മൊത്തം റീസെറ്റ് ആവും. ഓൾ എഗ്ഗ് റീസെറ്റ്. അതായത് എവിടെ നിന്നൊക്കെ എഗ്ഗ് കളക്ട് ചെയ്തിട്ടുണ്ടോ ആ എഗ്ഗ് എല്ലാം റീസെറ്റ് ആവും. അതുപോലെ തന്നെ നൈറ്റിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാല് ലൈക്ക് നമ്മുടെ എഗ്ഗ് ഹാച്ച് ചെയ്യുന്ന ടൈം അതും സ്പീഡായിട്ട് റൺ ആവും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഗെയിം എസ്കേപ്പ് സുനാമിയുടെ വേറൊരു വേർഷനാണ്. ലൈക്ക് അതിലെ എന്താണ് സ്പീഡ് പോലെ തന്നെ ഈ ഗെയിമിലും സ്പീഡ് ഒരു മാറ്ററാണ്. കാരണം ഓരോ ഏരിയയ്ക്കും ഓരോ സ്പീഡ് റെക്കമെൻഡ് അത് ഇവർ തന്നെ ടൈപ്പ് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ 40K ആണ്. അതുപോലെ തന്നെ സ്നോയി വരുമ്പോഴേക്കും അത് 170K ആണ്. വൾക്കാന വരുമ്പോഴേക്കും അത് 700K ആണ്. അപ്പം ഈ റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്പീഡ്, മിനിമം സ്പീഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ഈ റെക്കമെൻഡ് ആയിട്ടുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക്, അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് ഓരോ എഗ്ഗ് സ്റ്റീൽ ചെയ്ത് നമുക്ക് ബേസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ ആനിമൽസിന്റെ സ്പീഡാണ് ഇവർ റെക്കമെൻഡഡ് കൊടുത്തേക്കുന്നത്. സ്പീഡ് ഗ്രൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാല് ഇതില് ട്രെഡ്മില്ലുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഇതുപോലെ ഇൻഡെക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതുണ്ടോ 18K സ്പീഡ്. ഇൻഡെക്സിൽ നമുക്ക് കുറച്ച് സ്പീഡ് കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള എളുപ്പ ഒരു മാർഗം ഇൻഡെക്സിങ് ആണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ഈ മെഷീൻ കണ്ടോ, ട്രെഡ്മില്ല്. ഇത് ഓരോ ലെവല് അപ്പ് ചെയ്ത് നമുക്ക് സ്പീഡ് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. മാക്സിമം സ്പീഡ് ഗ്രൈൻഡ് ചെയ്താൽ നമുക്ക് ഏറ്റവും എൻഡിൽ കോസ്മിക് വരെ പോയിട്ട് നമുക്ക് എഗ്ഗ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പെറ്റ്സിനെ ഉണ്ടാക്കാം.
ഈ ട്രെഡ്മില്ലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതില് റീൽസ് ഒക്കെ കാണാൻ പറ്റും. കാരണം പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട്, കുറച്ച് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. അത് ലൈക്ക് ചെയ്യാം, അതിന് കമന്റ് ചെയ്യാം, അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം ആക്ച്വലി നൈസാണ്. ഇതുണ്ടോ അവനാ ആനിമലിന്റെ ഇടിച്ചിട്ട് 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 ദാറ്റ് വാസ് ആൻ എപ്പിക് സ്റ്റീൽ. ഇതുകൊണ്ട് നമുക്ക് ഇതുണ്ടോ ആനിമൽ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ എഗ് നമുക്ക് ഇതുകൊണ്ട് കളക്ട് ചെയ്തിട്ട് പോവാം. സ്പീഡ് ഗ്രൈൻഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഏരിയയ്ക്കും റെക്കമെൻഡഡ് ആയിട്ട് ഓരോ സ്പീഡ് അവർ പറയുന്നുണ്ട്. ആ സ്പീഡ് എന്നല്ല, അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് മീൻസ് ഓരോ എഗ് സ്റ്റീൽ ചെയ്ത് നമുക്ക് ബേസിക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇല്ല നമ്മുടെ ആനിമൽസ് ഒന്നും അറ്റാക്ക് ചെയ്ത് കളയും. ഇതുണ്ടോ പാവപ്പെട്ട ചെറുക്കനെ, ഇതുണ്ടോ അവനെടുത്തോണ്ട് വന്ന മുട്ടയാ. ഞാനവിടെ ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രാപ്പിൽ പാവപ്പെട്ടൻ കയറി. ഇപ്പൊ ആ മുട്ട ആരും കൊണ്ടുപോയി? ഞാൻ എടുത്തോണ്ട് പോയി. പിന്നെ ഇതിലൊരു ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യം മീൻസ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കളിച്ച് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷെ കളിച്ച എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ റെക്കമെൻഡഡ് 700 ആണ്. ഇപ്പൊ എനിക്ക് 700 സ്പീഡില്ല. അപ്പോൾ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ആരെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞു ഇതിന് പബ്ലിക് സെർവർ ഉള്ളൂ, പ്രൈവറ്റ് ഇല്ല. അപ്പം ആരെങ്കിലും ഈ ആനിമലിന്റെ എഗ് എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും ഈ ആനിമൽ പുറകെ പോകും. അപ്പൊ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇവിടുന്ന് വേറെ ആ ഒരു ടൈം നോക്കി എഗ് കളക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ബൗണ്ടറി കടത്തുക. ബൗണ്ടറി കടത്തി കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ആനിമല് എഗ് തിരിച്ചെടുത്തോണ്ട് പോകത്തില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിനെ എടുത്തു, ഇവിടുന്ന് എടുത്തോണ്ട് പോയി. ഓക്കെ, ഞാൻ അതിന്റെ ബൗണ്ടറി കടന്ന് ഇപ്പുറം എത്തി, കണ്ടോ? അതുകൊണ്ട് ആനിമല് ആ എഗ് എടുത്തോണ്ട് തിരിച്ച് അതിന്റെ ബൗണ്ടറിയിലോട്ട് പോകത്തില്ല. ഈ എഗ് ഇപ്പൊ എനിക്ക് എന്തായാലും കിട്ടത്തില്ല, കാരണം ടൈം നൈറ്റായി. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് വൺസ് നമ്മൾ ആനിമൽ നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിന്റെ ബൗണ്ടറിക്കുള്ളിലാണെങ്കിൽ അവിടുന്ന് ആ എഗ് ആ ആനിമൽ എടുത്തോണ്ട് പോയി തിരിച്ച് അതിന്റെ എന്താണ് അതിന്റെ സൈഡിൽ തന്നെ, മീൻസ് എവിടുന്നാണ് നമ്മൾ എഗ് എടുത്ത് അവിടെ തന്നെ തിരിച്ചുകൊണ്ട് പോകും. നമുക്ക് ഇവന്റെ പുറകെ ഒന്ന് പോയി നോക്കാം. എന്നേക്കാൾ സ്പീഡുള്ള ഒരുത്തനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആ ആനിമല് ആ എഗ് എടുത്തോണ്ട് പോയതിന്റെ പുറകെ പോയി. അപ്പൊ നമ്മളിതേ തിരിച്ചതേ എഗ് കണ്ട ആ ടൈം നോക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബൗണ്ടറിക്ക് ഇപ്പറ ആ എഗ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഓരോ ടൈമായിട്ട് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ആ എഗ് കളക്ട് ചെയ്യാൻ മതി. അപ്പം ഇങ്ങനെ നമുക്ക് സ്പീഡ് ഇല്ലെങ്കിലും നമുക്ക് എന്താണ് അറിയാതെ സ്പീഡ് ഇല്ലെങ്കിലും നമുക്ക് അവിടുത്തെ ഐറ്റംസ് നമുക്ക് കളക്ട് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്. അതൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് എടുത്താൽ മതി. പാവപ്പെട്ടൻ ഇപ്പൊ അതെ ഒന്ന് കടിച്ചു നിന്ന് കണ്ടോ? ഇതാണ് അതിന്റെ ബൗണ്ടറി. ഇതിന്റെ ഇപ്പുറം എത്തിയതുകൊണ്ട് അവന് ഇത് പിന്നെ എടുത്തോണ്ട് പോകാൻ പറ്റി. പിന്നെ അവനെ പോയി തല്ലിക്കൊല്ലും. കണ്ടോ? ജസ്റ്റ് മിസ്. കണ്ടോ? ഇവിടുന്ന് ഞാൻ എടുക്കത്തില്ലടേ, എനിക്കെന്തിനാണത്? കണ്ടോ? ഇവിടുന്ന് ഇത്ര എത്തിയാൽ മതി. അപ്പൊ അതൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് എടുത്താൽ മതി. സ്പീഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ദീപ് കൊണക്കൊരുത്തിന് വിളിക്ക് ഒറ്റ അടി കൊടുക്കുക. ഇവിടെ പൊരിഞ്ഞ പോരാട്ടമാണ്. ഡൈനോസർ അടിച്ച്. ഡിനോസറിന്റെ എഗ്ഗാണ്. കണ്ടോ? അത്രേ ഉള്ളു. അത്രയും നേരം അവന്മാരടിച്ചു. എനിക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആകെപ്പാടുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇത് കണ്ടോ?
560K ആണ് സ്പീഡ്. ആ ഡിനോസറിന്റെ ഏരിയയിൽ എത്തേണ്ട റെക്കമെൻഡഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് 7, ഇതിന് തന്നെ 700K ആണ്. അപ്പൊ എത്ര ബില്യൺ ആയിരിക്കും നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ 450 ബില്യൺ. അപ്പം ഡിനോസറിന്റെ ഒക്കെ കിട്ടണേല് 17 മില്യൺ വേണം. അപ്പം അവൻ എടുത്തോണ്ട് വന്നു, ഞാൻ അടിച്ചു മാറ്റി. അപ്പൊ ഇതുകൊണ്ട് ടാക്ടിക്സ് ആയിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാല് നമുക്കതൊക്കെ കിട്ടും. അത് നമ്മുടെ സ്കില്ല് കണക്കിരിക്കും. സ്പീഡ് ഇല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡഡ് സ്പീഡ് ഇല്ലാത്ത ഏരിയ നമുക്ക് എഗ്ഗ് കളക്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായില്ലേ? ലൈക്ക് മോസ്റ്റ്ലി എല്ലാം എസ്കേപ്സിനെ പോലെ തന്നെ. പിന്നെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാല് ഇതിന് പ്രൈവറ്റ് സെർവർ ഇല്ല. എല്ലാവരും പബ്ലിക്കിൽ മാത്രമേ കളിക്കാവുള്ളൂ. പ്രൈവറ്റ് സെർവേഴ്സ് ഇല്ല, സോഫാർ ഇല്ല. ഇനി വരുമോ എനിക്കറിയില്ല. എന്തായാലും നല്ല ആക്ടിവിറ്റി ഉള്ള ഒരു ഗെയിമാണ്. മാക്സിമം പെറ്റിനെ കളക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ലൈക്ക് എനിക്കിപ്പം 400K ഉള്ള സ്പീഡെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എഗ്ഗ് കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ ആനിമൽസ് നമ്മളെ നേടിച്ചിടും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ എഗ്ഗ് എടുത്തുകൊണ്ട് പോയി ഇത് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ഗ്രേഡ് ആവാൻ പറ്റും. അപ്പം എല്ലാവരും ഗെയിം കളിക്കുക, ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇത് എന്ന് അപ്ലോഡ് ആവുമെന്നോ എന്നൊന്നും അറിയില്ല. ഇത് അപ്ലോഡ് ആകുമ്പോൾ ഏത് രീതിയിലിരിക്കുന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഗെയിം ട്രൈ ചെയ്യുക. അതിൻ്റെ ഫീഡ്ബാക്സ് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. ചാനൽ സബ് ചെയ്താണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.